PCOS നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. പല ആളുകളും നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടില്ല ഇൻക്ലൂഡിങ് PCOS റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വിചാരിക്കുന്നത് ഇന്ന പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിസീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇത് ഇന്ന രീതിയിൽ ചെയ്താല്, അല്ലെങ്കിൽ ഇന്ന ഡയറ്റ് ഫോളോ ചെയ്താല്, അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്താല്, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് എക്സസൈസ് ചെയ്താലേ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫിക്സ്ഡ് റൂളിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഫെയിലർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂട്ടീൻ ഉണ്ടാവും, അതിന് പറ്റിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. PCOS ആളുകൾ തന്നെ ഇപ്പൊ ജോബായിട്ടും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് നടക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരുപാട് സമയം ജോലി ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾ വീണ്ടും അരമണിക്കൂർ രാവിലെ വൈകുന്നേരം നടക്കണം എന്ന് പറയുന്നതിൽ അതൊരു യുക്തിയില്ല. അതിന് പകരം അതേ ഒരു വ്യക്തിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അവർ ജോബായിട്ട് ഇത്രയും സമയം അവർ നടക്കുന്നുണ്ട്, പക്ഷെ അവർ ഇഷ്യൂസ് കിടക്കുന്നത് ചിലപ്പോൾ അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ടാവില്ല, സ്ലീപ്പ് കറക്റ്റ് അല്ല, സ്ട്രെസ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കറക്റ്റ് അല്ല. അപ്പോൾ ഈ ഹൈഡ്രേഷൻ കറക്റ്റ് അല്ലാത്ത, സ്ലീപ്പ് കറക്റ്റ് അല്ലാത്ത, സ്ട്രെസ് കൺട്രോൾ ചെയ്യാത്ത ഒരാളെ ഒരുപാട് എക്സസൈസ് ചെയ്യിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹം നന്നാക്കേണ്ടത് ഹൈഡ്രേഷൻ നന്നാക്കണം, ഉറക്കം നന്നാക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം പതിയെ മാറ്റിയെടുക്കണം. അപ്പൊ അവർ ഇഷ്യൂ അതാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ഫോളോ ചെയ്യുക, അങ്ങനെ ബ്ലൈൻഡ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം നമ്മളെ സ്വയം വിലയിരുത്തിയിട്ട് ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഈ PCOS ഉണ്ടാക്കുന്നത് എന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഫാക്ടേഴ്സിനെ മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ തന്നെ ആ ഡിസീസിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.